ஜானகி மிஸ் பாத்தியா? இல்லைங்க. குட் மார்னிங். குட் மார்னிங். மேடம், விசிட்டர். யாரு? யாரோ ஒரு ஜீவன். நீ என்ன சொன்ன? நான் இங்க இருக்கேன்னு சொன்னியா? பார்த்துட்டு வரேன்னு சொல்லியிருக்கேன். நான் இங்க இல்ல, സ്കൂൾക്ക് പോയച്ചെന്ന് சொல்லு. ആദ്യം ഉണ്ടെന്ന് പറയാ, പിന്നെ നോക്കട്ടെ എന്ന് പറയാ, ഇപ്പൊ ഇല്ലാന്ന്. നീ ശരിയാ പാത്തിയാ? പാത്താച്ചു സാർ. പോകാം. ഞാനിപ്പോ ഇല്ല. റെഡിയായിട്ട് ഇറങ്ങിയതല്ലേ? പിന്നെന്ത് പറ്റി? ഒന്നുമില്ല, ഒരു തലവേദന. ഞാനിന്ന് ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക. ടെമ്പറേച്ചർ ഒന്നുമില്ല, തലവേദന മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാനൊരു ലീവ് ലെറ്റർ എഴുതരാം. ശരിയപ്പാ, സമീർ ആന്റിനെ വെയിറ്റ് ചെയ്യണോ? ആന്റി ഒന്നും വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ലേ? ഇല്ല, ഇന്ന് ലീവാ. ഹെഡേക്ക് ആണെന്ന് മേഴ്സി മിസ് പറഞ്ഞു. എന്താ വാതിലടച്ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. രാവിലെ സ്കൂളിന്റെ ഗേറ്റിന് മുന്നില് ജീവൻ ജോർജ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ വൈകിട്ട് ഇറങ്ങുമ്പോഴും അവിടെ തന്നെ ഉണ്ട് ആള്. மேடம், காலைல வந்த ஆளு மறுபடியும் வந்திருக்காரு. நான் பார்த்துட்டு வரேன்னு சொன்னேன். இன்னும் வரலன்னு சொல்லு. നിങ്ങളെന്താ പിണക്ക? ടീച്ചർ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒന്ന് ചെന്ന് പറയൂ ഞാൻ ഇവിടെ ഇല്ലെന്ന്. പാവം, ഒന്ന് ചെന്ന് കണ്ടൂടെ? രാവിലെ മുതൽ സമീരെ കാണാനായിട്ടല്ലേ. പ്ലീസ്. இன்னும் வரல சார். ഹലോ ജീവൻ, ഞാൻ മേഴ്സി. സമീരയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. സമീര ഇവിടെ ഇല്ലേ? സമീര നാട്ടിലേക്ക് പോയല്ലോ. എപ്പോ? ഇന്ന് രാവിലെ. അവക്ക് നല്ല സുഖമില്ല. സുഖമില്ലേ? എന്താ സുഖം? നല്ല തലവേദന ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു പനിയും. കുര്യനങ്ങൾ എന്തിനാ കാറ് കൊണ്ടുവന്നേ? ഞാൻ റെസ്റ്റോറന്റിലേക്ക് നടന്നു വരുമായിരുന്നല്ലോ. അയ്യോ, നടന്നാ നിന്റെ ഈ പൂ പോലുള്ള കാല് തേഞ്ഞു പോകുമെന്ന് കരുതിയാ? ജീവൻ പോകുന്നതിന് മുമ്പ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? പോയോ? എങ്ങോട്ട് പോയി? മാഹിക്ക് സമീരയ്ക്ക് സുഖമില്ലാണ്ട് നാട്ടിലേക്ക് പോയത്രേ. ജീവൻ പോകുന്നതിന് മുമ്പ് എന്നെ ഫോൺ ചെയ്തിരുന്നു, ഉടനെ പോണെന്നു. ഞാൻ ചെന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ബൈക്ക് എടുത്ത ആൾ സ്ഥലം വിട്ടു. സമീരക്ക് എങ്ങനെയുണ്ട്? എന്ത് പനി? പനിയോ? സമീര ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. നുണ പറയരുത്. ഇങ്ങോട്ട് പോകുന്നതാണല്ലോ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞത്. ഓ ഗുരുവായൂരപ്പ, എന്റെ കുട്ടിക്ക് വഴി തെറ്റിട്ടുണ്ടാവും. ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കും ഭഗവാനെ? എന്നിട്ട് വരണമെന്ന് തോന്നുമ്പോ ഒരു കത്തിട്ടാ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഞാൻ എന്താ ചെയ്യാ ഗോപാല? ഇതാര്? അല്ല, വീട്ടിൽ പോയിന്ന് പറഞ്ഞിട്ട് പോയില്ല. ജീവട്ടം പറഞ്ഞിട്ടല്ലോ അങ്ങടെ. എങ്ങട്? മായിക്ക് സമീരയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് മൂപ്പര് ആദ്യം പിടിച്ച് പോയിരിക്ക. ഇത് വല്ലാത്ത ചതിയായി പോയി. എനിക്ക് രാധാകൃഷ്ണനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ ഭാഗത്തേക്ക് ഇരിക്കാം. അല്ല, വളരെ പേഴ്സണലായ കാര്യമാ. ഓ, സംതിങ് പേഴ്സണൽ. ഓക്കെ. സമീർ എന്താ ഈ പറയണേ? എനിക്ക് മനസ്സിലാവണില്ല. എനിക്കറിയാം, ജീവൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എന്ന് വെച്ചാ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? പിന്നെന്താ വിചാരിച്ചേ? ഊണിൽ ഉറക്കത്തിലും സമീര സമീര എന്ന് പറഞ്ഞു നടന്നിരുന്ന് എന്താ പെങ്ങളായിട്ട് കരുതിട്ടാന്ന് വിചാരിച്ചോ? അതൊക്കെ വല്ല കഥകളിലും പറയാം.
ജീവൻ എനിക്കിഷ്ടമാണ്. പക്ഷെ അത് റിയൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ കടന്നിട്ടില്ല. ഞാൻ പറയണ അനുസരിക്കും തോന്നിയപ്പോ കുറച്ച് അടുപ്പം കാണിച്ചു, സ്വാതന്ത്ര്യം എടുത്തു. അത് പക്ഷെ ജീവനെ കറക്റ്റ് ചെയ്യാനാ. രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞില്ലേ? ഞാൻ അഭിനയിക്കാനല്ല പറഞ്ഞത്, ജീവേട്ടന്റെ പെണ്ണായിട്ട് വരാനാ. അത് പറ്റില്ല. രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ജീവനെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എന്നെ വെറുതെ വിടണം. എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് ചതിയാണ്. ഒരു പാവത്തിനെ മോഹിപ്പിച്ചിട്ട് തകർന്നു പോകും ജീവേട്ടൻ. എനിക്ക് എന്റെ ജീവിതമുണ്ട്, മോഹങ്ങളുണ്ട്. അതൊക്കെ ഞാൻ തകർക്കണോ? മനസ്സിലായില്ല. എന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, മോഹനേട്ടൻ. മോഹനേട്ടനല്ലാതെ വേറൊരാൾ എനിക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യ. ജീവേട്ടന് സഹിക്കും തോന്നുന്നുണ്ടോ? നമ്മൾ തിരിച്ചെടുത്ത ജീവിതം തകർന്ന് തരിപ്പണാവില്ലേ സമീര? ഞാൻ എന്ത് ചെയ്യും? സമീര, സമീരയ്ക്ക് ഈ മോഹനേട്ടനെ അത് മറക്കാൻ പറ്റില്ലേ? പറ്റും. അന്ന് സമീര ഉണ്ടാവില്ല. തലയ്ക്ക് ഭ്രാന്തായി. ഇതൊക്കെ എന്തിനാ എന്നോട് ഒന്ന് പറഞ്ഞേ? നിങ്ങൾ സ്നേഹിക്കോ പിരിയോ എന്താണെന്ന് വെച്ചാ ചെയ്. ഞാൻ പിന്നെ ആരോട് പറയും? എന്റെ സങ്കടങ്ങൾ പറയാനും ആലോചിക്കാനും എനിക്ക് വേറെ ആരാളുള്ളത്? സ്വന്തം ബ്രദറിനെ പോലെ കരുതിക്കൊള്ളാൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യാ? ജീവേട്ടന് വിഷമിപ്പിക്കാൻ വയ്യ. സമീരയും ഞാൻ ജീവനോടെല്ലാം തുറന്നു പറയട്ടെ? വേണ്ട, അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സഹിക്കാൻ പറ്റില്ല. പാവം, നമ്മൾ എറിഞ്ഞ വലയാ. ജീവേട്ടൻ പോലും അറിയാതെ പതുക്കെ അഴിച്ചെടുക്കണം. അതുവരെ ജീവേട്ടനെ സഹിക്കാനുള്ള മനസ്സുണ്ടാവണം സമീരയ്ക്ക്. ഒഴിഞ്ഞു മാറരുത്. എന്താ മിണ്ടാത്തെ? പോട്ടെ. എന്നോട് വേണമായിരുന്നു സമീര ഇത്. എന്ത്? ഒരു ലോകം മുഴുവൻ ഓടി തളർന്നു ഞാൻ വരുന്നത്. എന്നെ എന്തിനാ ഇങ്ങനെ ചുറ്റിച്ചത്? എനിക്ക് സുഖമില്ലാണ്ടായത് സത്യ. വീട്ടിൽ പോണെന്ന് വിചാരിച്ചു. ബസ് സ്റ്റാൻഡ് വരെ പോയി. പിന്നെ വേണ്ടെന്ന് വെച്ച് തിരിച്ചു വന്നു. അതറിയാതെ ആരോ പറഞ്ഞതാ ജീവനോട്. അല്ലാതെ എന്നോട് ദേഷ്യം കൊണ്ടല്ലോ. ദേഷ്യം എന്തിന്? അന്ന് പാർട്ടിയിൽ ഡാൻസ് ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല. മോശമായി പോയി. തെറ്റാ ചെയ്തത്. ഞാനൊരു വിഡ്ഢിയ. സമീര ആരെങ്കിലും തൊട്ടാൽ എന്റെ ഇല്ലാണ്ടാവൂ. അത് സാരില്ല. എന്നോട് പരിഭവമൊന്നുമില്ലല്ലോ? ഇല്ല. പനി മാറിയോ? ഇല്ല നമുക്ക് ഡോക്ടറെ കാണാം. ഏയ് വേണ്ട, മാറി. രാധാകൃഷ്ണൻ അവനെ എവിടെ നിന്ന് കിട്ടി? രാധാകൃഷ്ണൻ ഇവിടെ ഈ റോഡിൽ വെച്ച്. ഇപ്പൊ എന്തോ മനസ്സിലൊരു കാർമേഘം മൂടി നിൽക്കണ പോലെ. കുറച്ചേരം സംസാരിക്കുമ്പോ അത് മാറും. നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. പോണെങ്കി പോവാം. എനിക്ക് ശരീരം വേദനയുണ്ട്, നല്ല ക്ഷീണുണ്ട്. ഒന്ന് കിടന്നാ മാറിയനെ. ശരി, സമീർ റെസ്റ്റ് ചെയ്തോളൂ. എനിക്ക് ഈ യാത്രയുടെ ക്ഷീണമുണ്ട്. ഞാൻ നാളെ വരാം. സമീര, അടുത്ത പ്രാവശ്യം നാട്ടില് നമുക്ക് ഒരുമിച്ച് പോണം. പുഴയിലൊന്ന് കുളിക്കണം. ആ ഇടവഴികളും കശുമാവിൻ തോട്ടവും സ്കൂളും. അവിടെ ചെന്ന ഇപ്പോഴും നമ്മൾ കൊച്ചുകുട്ടികളാവും. അല്ലേ സമീര? എന്റെ കുര്യൻ സാറേ, ഇതൊരു വല്ലാത്ത വട്ട് തന്നെ. അല്ലെങ്കിൽ ഒരാൾ മാഹി വരെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ട് പോരും. അതെന്തോ ഒരു കമ്മ്യൂണിക്കേഷന്റെ തകരാറാ. ഓ എന്റെ ഗുരുവായൂരപ്പ, അപ്പൊ അതും തകരാറല്ലേ? അതിന് ചെറിച്ചൊന്നുമില്ലേ സാറേ? ഇയാൾ ഏത് നാട്ടുകാരനാ? ഞാൻ മാഹിക്കാരൻ. സാറിന് അറിയില്ലേ അത്? ഇപ്പൊ എന്താ ചെയ്യ? മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ എന്റെ കുര്യൻ സാറേ.
ഇയാളത് കുളിച്ചിട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഞാൻ കഴിച്ചു. വെളുപ്പിന് 5 മണിക്ക് പുറപ്പെട്ടതാ. ഇവിടെ എത്തുന്നത് വരെ ജലപാനം ഉണ്ടായിട്ടില്ലേ. ആദ്യം കേറിട്ട് ഇറങ്ങോ സാറേ. ഇവിടെ വന്ന് എന്റെ കുട്ടി എന്ന് കണ്ടപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് അതിനു വിചാരിച്ചിട്ട്. മുമ്പ് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. മൂപ്പർക്ക് ഈ സ്വഭാവം നിർത്തേണ്ടല്ലേ? എന്ത് സ്വഭാവം? അല്ല, ഈ കാണാത്തത് കാണുക, കേക്കാത്തത് കേൾക്കുക, പറയാ. നമ്മുടെ കമ്മളത്തെ ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞുട്ടൻ. അവനും ഇതുപോലെ തന്നെ ആയിരുന്നു. ഭ്രാന്ത് തനിക്കാ? ഓ, മനുഷ്യൻ ഇങ്ങനെ വിവരമില്ലാണ്ടായ. ശരിയാ പക്ഷേ, മനുഷ്യനായ കുറച്ച് വിവരം വേണം. ആ, എന്താ രാജ? ഒന്നുമില്ല, മുറി റെഡിയാ, പോയി കിടന്ന് പള്ളി ഉറങ്ങിയട്ടെ. എന്നാ ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഓ, കാശ് കൊടുത്ത് വല്ല ഹോട്ടലിലും താമസിച്ചൂടെ? പിച്ച, ഈ കഷണ്ടി തലേന്നൊന്നും വീട്ടിൽ കയറ്റാൻ ഉള്ളില്ല കേട്ടോ. എടാ, സമീരയുടെ കാര്യമൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചാ ഇവിടെ താമസിപ്പിച്ചത്. ഇപ്പൊ ആ കാര്യം എങ്ങാനും പറഞ്ഞാൽ ഇയാൾ നാളെ അവളെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചു കൊണ്ടുപോകും. അതാ നല്ലത്, അവൾ ഇവിടുന്ന് പോവാ നല്ലത്. അതെന്താ, ജീവൻ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന നിന്നെ കണ്ടുകൂടെ? അതിനെത്രയോ നല്ല പെണ്ണുങ്ങളുണ്ട്. ഇവിടെ ഒന്ന് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാൻ കൊള്ളില്ല. എന്തോ ദോഷങ്ങളൊക്കെ ഉണ്ട് അവളുടെ ജാതകത്തില്. ഓ, അതിനിടയ്ക്ക് നീ ജാതകം നോക്കിയോ? അപ്പൊ ഞാൻ നോക്കിയതല്ല, പറഞ്ഞു കേട്ടതാ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവളില്ലായിരുന്നെങ്കിൽ അവന് ഈ മാറ്റം ഉണ്ടാവുമോ? മാറ്റം? മുടി വെട്ടിയതുകൊണ്ട് മാറ്റം ഉണ്ടാവോ? നിങ്ങൾ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. ജീവേട്ടന് സമീര വേണ്ട, അത് പ്രശ്ന. പ്രശ്നം